അത് ഒരു പൈനാപ്പിൾ ഉപ്പിലിടാനാണ് വെച്ചത്. ഇത് കഴുകി എടുക്കണം. ഇത് ചെത്തി അരിഞ്ഞെടുക്കണ ഒരു താമസമുള്ളൂ. ഇത് ഉപ്പിലിടണേന് എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ്. ഭംഗിക്കൊക്കെ ചെത്തി എടുക്കണമല്ലോ. ഇതിനൊരു മുള്ളുണ്ട്, അത് ചെത്തി കളയണം. നടുക്കത്തത് കളയണം. ഇതിന് വാണിയെന്ന് പറയും. ഉണ്ടോ? കറക്റ്റായിട്ട് കുപ്പിയിലോട്ട് കയറാവുന്ന ഷേപ്പിലാക്കി. അതെ, ചില്ലുകുപ്പിയിലാണ് നമ്മളിത് ഇടുന്നത്. അപ്പം കിടക്കണം അതിലേക്ക്. നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടാനുള്ള വെള്ളമാണ് ഈ ഇരിക്കുന്ന ചരുവത്തിൽ. 2 സ്പൂണ് ഉപ്പിടണം. 1 കിലോത്തിൻ്റെതാണ് ആ സാധനം. പൈനാപ്പിൾ മേടിച്ച 1 കിലോനാണ്. അത് കുറച്ച് 3/4 ഭാഗം എടുത്ത് അതിന് കാന്താരി, ഉപ്പ്, ഇനി വിനാഗിരി ഒഴിക്കണം, പഞ്ചസാര ഇടണം. 2 സ്പൂണ് പഞ്ചസാര ഇടണം. അതിൻ്റെ ശേഷം 2 സ്പൂണ് വിനാഗിരി ഒഴിക്കണം. കുഴപ്പമില്ല. 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. തിളക്കണ്ട, തിളച്ച് വെന്ത് പോകും. തിളക്കരുത്. ഇതില് വേകാതിരുന്നാൽ മതി. ഇതിങ്ങനെ പെറുക്കി വെക്കണം. ഇത് ഓഫാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പളങ്കിലേക്ക് എടുക്കാം. നമുക്ക് ഈ പളങ്കിലേക്ക് ആക്കാം. ഇത് ഉപ്പ് പോരാഞ്ഞ്, ലേശം ഉപ്പ് പോരാഞ്ഞ്, ഇത്തിരി കൂടുതലായിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ചിടണം. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത്ര വെള്ളത്തിൻ്റെ കാര്യമില്ലായിരുന്നു. ഇനി ഇത് നമുക്ക് ഈ വെള്ളം കുറച്ചങ്ങോട്ട് ഒഴിക്കാം. മുളകൊക്കെ കിടക്കട്ടെ. നമുക്ക് കാന്താരി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് ഇടണ്ട, കാന്താരി ഇട്ടാൽ മതി. പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് ഇന്ന് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.